ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു D4 ഡിജിറ്റൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോർമൽ കോഷിപ്പ് ബോക്സിൽ എങ്ങനെയാണ് ചാനലുകൾ ലോക്ക് ചെയ്യുക എന്നാണ് നമ്മൾ കണ്ടിരുന്നത്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കേരളാഷിൻ്റെ HD ബോക്സുകളിൽ എങ്ങനെയാണ് ചാനലുകൾ ലോക്ക് ചെയ്യുക എന്നാണ്. കേരളാഷിൻ്റെ പ്രധാന HD ബോക്സുകൾ OVTയുടെ ഒരു HD ബോക്സും അതുപോലെ ചാങ്കോങ് ബോക്സും ഉണ്ട്. നമുക്കിവിടെ ഇതാണ് കേരളാഷിൻ്റെ OVT HD ബോക്സ്. OVT എന്ന കമ്പനിയുടെ HD ബോക്സാണ്. ഈ ബോക്സിലുള്ള വീഡിയോ എല്ലാം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അതിനു മുൻപ് നമുക്ക് ബോക്സുകൾ തന്നെ പരിചയപ്പെടാം. ഇത് കേരളാഷിൻ്റെ OVT ബോക്സാണ്. ഇങ്ങനെ മുൻപിൽ KCCLൻ്റെ ലോഗോ ഉണ്ടാവും, മുകളിൽ ലോഗോ ഉണ്ടാവും, ചെറിയതാണ്. അതുപോലെ ഇത് ചാങ്കോങ്ങിൻ്റെ നോർമൽ ബോക്സാണ്. ചാങ്കോങ് എന്ന കമ്പനിയുടെ നോർമൽ സെറ്റോ ബോക്സാണ് ഇത് മുൻപുണ്ടായിരുന്ന ഒരു സെറ്റോ ബോക്സാണ്. അതിനുശേഷം വന്നിട്ടുള്ള ഇത് ചാങ്കോങ്ങിൻ്റെ ഏറ്റവും പുതിയതായിട്ടുള്ള അവരുടെ HD ബോക്സാണ്. ഇതിന് മുൻപുണ്ടായിരുന്നത് ചാങ്കോങ്ങിൻ്റെ ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള ബോക്സാണ് മുൻപുണ്ടായിരുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഒരുവിധം കസ്റ്റമേഴ്സിൻ്റെ കയ്യിലെല്ലാം ഉണ്ടായിരിക്കുക കേരളാഷിൻ്റെ ഈ ഒരു വൈറ്റ് കളറിലുള്ള മുകളിൽ കേരളാഷിൻ്റെ ഈ ലോഗോ ഉള്ള ഈ ഒരു HD ബോക്സാണ്. ഈ ഒരു HD ബോക്സിൽ എങ്ങനെയാണ് ചാനലുകൾ ലോക്ക് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഇതിനുവേണ്ടി ചാങ്കോങ് ബോക്സിൻ്റെ റിമോട്ട് നമ്മൾ കയ്യിലെടുക്കുക. ഈ ഒരു റിമോട്ട് ഇതിൻ്റെ ഒറിജിനൽ റിമോട്ടാണ്. ഇവിടെ നമുക്ക് റിമോട്ടിൽ മെനു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റിമോട്ടിൽ നമ്മളുടെ സാധാരണ യൂണിവേഴ്സൽ റിമോട്ടിലോ അതല്ലെങ്കിൽ ഈ ഒരു ഒറിജിനൽ റിമോട്ടിലോ നമ്മൾ ഈ ഒരു മെനു എന്നുള്ള ഒരു ബട്ടൺ കാണാം. ഈ റെഡ് ബട്ടൺ മുകളിലുള്ള ഈ ഒരു മെനു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ ടി വിയിൽ മെനു ഓപ്പൺ ആവുകയാണ്. ഇവിടെ ഓട്ടോ സ്കാൻ, മാനുവൽ സ്കാൻ എന്നിങ്ങനെ ഓപ്ഷനിൽ കാണാം. ഇവിടെ നമ്മൾ ചാനൽ മൈനസ് എന്നുള്ള ഈ ഒരു താഴോട്ടുള്ള ഈ ബട്ടൺ ഞെക്കിയാൽ നമുക്കിവിടെ രണ്ടാമത്തെ ഓപ്ഷൻ മാനേജ് ചാനൽ എന്നുള്ള ഈ ഒരു ഓപ്ഷനിലേക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ചാനൽ കുറയ്ക്കുന്നതിനുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മാനേജ് ചാനൽ എന്നുള്ള ഓപ്ഷനിൽ വരുന്നതാണ്. ഇതിൽ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷനിൽ ചാനൽ എഡിറ്റ്, ഇതാണ് നമുക്ക് എടുക്കേണ്ടത്. നമ്മളിവിടെ ചാനൽ എഡിറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ എടുക്കുമ്പോൾ തന്നെ നമുക്കിവിടെ പാസ്വേഡ് ചോദിക്കുന്നു. ഇൻപുട്ട് പിൻ എന്നാണ് നമ്മൾക്കിവിടെ കാണിക്കേണ്ടത്. 40 ആണ് നമ്മുടെ ഡിഫാൾട്ടായിട്ടുള്ള ഇൻപുട്ട് പിൻ. ഈ ഇൻപുട്ട് പിൻ അമർത്തി കഴിഞ്ഞാൽ നമുക്കിവിടെ ചാനലിൻ്റെ പേര് കാണിക്കും. അതുപോലെ തന്നെ മറ്റ് ബോക്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ബോക്സിൽ ചാനൽ ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും അതുപോലെ നമുക്ക് എഡിറ്റ് ഫേവറേറ്റ് ചെയ്യാനും എല്ലാം ഏതൊക്കെ ബട്ടണാണ്, ലോക്ക് അൺലോക്കിന് ഏത് ബട്ടണാണ് എന്നുള്ളത് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. പച്ച, ചുവപ്പ്, മഞ്ഞ, നീല എന്നിങ്ങനെ 4 ബട്ടണുകളും കാണിക്കുന്നുണ്ട്. മുൻപുള്ളായിരുന്ന നമ്മളുടെ ബോക്സിൽ യെല്ലോ ബട്ടണാണ് ക്ലിക്ക് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി ബ്ലൂ കളറുള്ള ബട്ടണാണ് വരുന്നത്. നമ്മളുടെ പഴയ ബോക്സിലുള്ളതുപോലെ യെല്ലോ ആണ് അമർത്തുകയാണെങ്കിൽ ചാനൽ എഡിറ്റ് എന്നുള്ള ഒരു ഓപ്ഷനാണ് വരിക. ഇവിടെ ഒരു ബ്ലൂ കളർ ബട്ടൺ ഞെക്കി കേരളാഷിൻ്റെ ഇൻഫോ എന്ന ചാനലാണ് നമ്മളിവിടെ ലോക്ക് ചെയ്യുന്നത്. ഇവിടെ ലോക്ക് ബട്ടൺ വന്നിട്ടുണ്ട്. അതിനുശേഷം എക്സിറ്റ് അമർത്തുക. എക്സിറ്റ് അമർത്തിയാൽ നമുക്കിവിടെ നമ്മളിപ്പോൾ 24ൻ്റെ ഈ ചാനലാണ് നിലവിലുണ്ടായിരുന്നത്. നമുക്ക് നമ്മുടെ കേരളാഷിൻ്റെ ഇൻഫോ എന്ന ചാനലാണ് നമ്മൾ ലോക്ക് ചെയ്തിട്ടുള്ളത്. ആ ചാനലൊന്ന് ഇട്ട് നോക്കാം. നമുക്ക് കേരളാഷിൻ്റെ ഇൻഫോ എന്ന ചാനൽ നമ്പർ 1 ഇൻഫോ എടുക്കുമ്പോൾ നമുക്കിവിടെ ഇൻപുട്ട് പിൻ എന്നുള്ളൊരു നമ്പറാണ് ചോദിക്കുന്നത്. നമ്മൾ പിൻ എത്രയാണെങ്കിൽ അത് അടിക്കാനാണ് വരുന്നത്. ഇനി നമ്മളുടെ റിമോട്ടിൽ 40 അമർത്തുകയാണെങ്കിൽ നമുക്കിവിടെ ചാനൽ വരുന്നതാണ്. സാധാരണ മറ്റ് ബോക്സുകളിൽ നിന്ന് ഈ ബോക്സിന് വ്യത്യാസമുള്ളത് ഇതിൽ ബ്ലൂ കളറിലുള്ള ബട്ടണാണ് നമുക്ക് ചാനൽ ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ളത്. നമ്മളുടെ മെനു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ചാനൽ എഡിറ്റ് എടുക്കുമ്പോൾ തന്നെ ആ ഒരു ഓപ്ഷൻ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇങ്ങനെയാണ് ഈ ഒരു ബോക്സിൽ നമുക്ക് ചാനലുകൾ ലോക്ക് ചെയ്യുന്നത്. കേബിൾ ടിവിയുമായി അല്ലെങ്കിൽ ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകൾക്കും പുതിയ വീഡിയോകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ സംശയങ്ങളും എല്ലാം ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഓഫ് ബൈ സലീഷ്.